ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രീം കേക്കിൽ തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രീം കേക്കുകൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓണം സ്പെഷ്യൽ പാലട ഡ്രീം കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്കാണ്, അതുപോലെ നല്ല റിച്ച് ഫ്ലേവർ കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാലട ഡ്രീം കേക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാലട തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് അതിലേക്ക് 300 ഗ്രാം പാലട മിക്സ് എടുത്തിട്ട് അതിൽ നിൻ്റെ ഹാഫ് എടുത്തിട്ട് ഒന്ന് പാൽപ്പായസമാക്കി എടുക്കുകയാണ് കേട്ടോ. പാലട പായസമാക്കി എടുക്കുകയാണ്. അപ്പോൾ 300 ഗ്രാമിൻ്റെ പാക്കിൽ നിന്നും ഹാഫാണ് നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നന്നായിട്ട് വറ്റിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. 2 ടൈപ്പിലുള്ള പായസം നമുക്ക് ഇതിലേക്ക് വേണം. ഒന്ന് കുറച്ച് നോർമൽ ലൂസായിട്ടുള്ള ഒരു പാലട പായസം, അതുപോലെ ഒന്ന് നല്ല തിക്കായിട്ടുള്ള പാലട മിക്സും, അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കായിട്ടുള്ളത് ഉള്ളിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ലൂസായിട്ടുള്ളത് അതിൽ നിന്നും സിറപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സിറപ്പിന് വേണ്ടിയിട്ടും അതുപോലെ ഇതിൻ്റെ ക്രീമിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഞാൻ 2 ടൈപ്പിലായിട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം ചെയ്ത് വെക്കുന്നത് നന്നായിട്ട് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 1/2 kg വാനില സ്പഞ്ചാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 2 എഗ്ഗ്, 1/2 കപ്പ് ഷുഗർ, ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ കളറായിരിക്കും, പിന്നെ അത് മാറി വൈറ്റ് കളർ ആവണ വരെ ഇതിനൊന്ന് ബീറ്റാക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാട്ടർ ഇവിടെ 3 ടേബിൾ സ്പൂൺ വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനെ ഒന്നുകൂടി ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ബീറ്റർ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ എഗ്ഗിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തരികളില്ലാതെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പാച്ചില വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബീറ്ററാണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 1-ൽ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലോർ എല്ലാം നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് സൈഡിലുള്ളതെല്ലാം ഒന്ന് താഴോട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് താഴോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു 1/2 kg വാനില സ്പഞ്ചിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാറ്റർ ഇതിൽ 2 പാത്രങ്ങളിലായിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 4 ലെയർ വരെ കിട്ടാനുള്ള ബാറ്റർ ഉണ്ട് ഇപ്പോൾ ഇതിൽ. അപ്പോൾ കൂടുതലായിട്ട് ബാറ്റർ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം പൊങ്ങി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 പാത്രത്തിലായിട്ട് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലൊരു പാത്രത്തിലുള്ളതാണ് ഇത് എടുത്തിട്ടുള്ളത്. 2 ലെയറാണ് നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതിയേ. ഇനി ഇതിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലെയർ നോർമൽ കട്ടിയും, ഒരുപാട് കട്ടിയുള്ള ലെയർ എടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് തിന്നായിട്ടുള്ള ലെയർ എടുത്താൽ മതിയേ. അപ്പോൾ ഇത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്നും ചെറിയൊരു ലെയറിനെ മാറ്റി കൊടുക്കാം. അത് ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ. ചൂടൊന്ന് ആറിയതിൻ്റെ ശേഷം നമുക്ക് ടിന്നിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി നേരത്തെ ഞാനിവിടെ പാലട പായസത്തിനുള്ള റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂസായിട്ടുള്ള പാലട പായസം അതുപോലെ നല്ല വറ്റിച്ചെടുത്തിട്ടുള്ള പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു പായസ മിക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഇപ്പോൾ നമ്മൾ 2 പാത്രത്തിലാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് 3 സ്പാച്ചില വിപ്പിംഗ് ക്രീം മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അതിലേക്ക് ഈ ലൂസായിട്ടുള്ള പാലട പായസത്തിൽ നിന്നും ഒഴിച്ചു കൊടുക്കുക. തിക്കായിട്ടുള്ളതിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്രീമിന് പാലടൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക കേട്ടോ. ഇപ്പോൾ നമ്മളെ ക്രീം കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതിനെ മാറ്റാം. ഇനി നമുക്ക് ഇതിനെ ടിന്നിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. 5 ഇഞ്ചിൻ്റെ കേക്കാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സെയിം സൈസിലുള്ള ടിന്ന് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയറിനെ അതിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിനെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ലൂസായിട്ടുള്ള പായസം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ലൂസായിട്ടുള്ള പാലട അതിൻ്റെ താഴെ ഭാഗത്തുള്ളത് നമ്മൾ എടുക്കണില്ല. മുകൾ ഭാഗത്തുള്ള ആ ഒരു താഴെ ആയിരിക്കും അതിൻ്റെ പാലട എല്ലാം കിടക്കുന്നത്. അപ്പോൾ മുകളിലുള്ള ആ ഒരു സംഭവം എടുത്തിട്ടാണ് നമ്മളിത് വെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴത്ത് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ആവണ വരെ ഒഴിച്ചിട്ട് അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ അബ്സോർബ് ആയതിൻ്റെ ശേഷം ഞങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് ലെയർ കൊടുക്കുകയാണ്. ക്രീമും അതുപോലെ പാലാടയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചുകൂടി തിക്കായിട്ടുള്ള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, തിക്കായിട്ടുള്ള ആ ഒരു പാലട മിക്സാണ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തേർഡ് ലെയർ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കൊടുക്കട്ടെ. പിന്നെ നമ്മളുടെ ടിന്നിനനുസരിച്ചിട്ട് വേണം ഇത് ഫില്ലിങ് കൊടുക്കാൻ. ഒരുപാട് കട്ടിയിൽ കൊടുക്കരുത്. അത്ര ഹൈറ്റിലുള്ള ടിന്നല്ല നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. കൂടുതൽ ഹൈറ്റിലുള്ള ടിന്നൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫില്ലിങ് കൊടുക്കാം. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമ്മൾ സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പഞ്ചിൻ്റെ 2 സ്പഞ്ചിനും തിക്നെസ് ഒന്നുകൂടി കുറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ആ കേക്കിൻ്റെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് നമ്മൾ ആ ഒരു സ്പഞ്ച് കൊടുക്കുന്നത് വെക്കാനുള്ള ഗ്യാപ്പ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കട്ടി കുറച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിനെ ഒന്നും കൂടി വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ക്രീം കൊടുത്തതിൻ്റെ ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂൾ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കൂൾ ചെയ്തിട്ടില്ല. അതിൻ്റെ മുകളിൽ തന്നെയാണ് വീണ്ടും പാലട മിക്സും ഈ ഒരു സ്പഞ്ചും കൊടുത്തിട്ടുള്ളത്. വീണ്ടും അതിനെ വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ലൂസായിട്ടുള്ള പാലട പായസം വെച്ചിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വെറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അബ്സോർബായിട്ട് ഈ സ്പഞ്ച് നന്നായിട്ട് സോക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വേണം പാലടൻ്റെ ആ ടൈറ്റായിട്ടുള്ള തിക്കായിട്ടുള്ള പാലട മിക്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് നേരത്തെ എന്താ പറയുക ലൂസായിട്ടുള്ള പായസമില്ലേ അതിൽ നിന്നിൻ്റെ അടിഭാഗമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ അതിന് വൈറ്റ് കളറാണ്. പിന്നെ നമ്മളിപ്പോൾ കുറുക്കി എടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതുപോലെ കുറച്ചൊരു ഭംഗി തോന്നാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യും കിസ്മിസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊരു ഡെക്കറേഷൻ മോഡലിനായിട്ട് വെച്ച് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് പാലട ഡ്രീം കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ആ ഒരു കൂളിങ്ങോട് കൂടിയിട്ട് പായസം കഴിക്കണ ആ ഒരു ഫീലാണ് കേട്ടോ. ഇതിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ലെയറും സ്പഞ്ചും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഓണത്തിന് ഈ ഒരു സ്പെഷ്യൽ എന്തായാലും ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഓണം സ്പെഷ്യലായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിന് നമുക്ക് 1200 രൂപ വാങ്ങിക്കാം. 1200 അല്ലെങ്കിൽ 1000 വാങ്ങിച്ചാലും മതി. നമ്മളിപ്പോൾ ചോക്ലേറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യണില്ല, അപ്പോൾ അതുകൊണ്ട് 1000 വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് ലാഭമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓണത്തിന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് നമുക്ക് കാണാം. താങ്ക്